നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. പണ്ടത്തെ ആൾക്കാർ കപ്പ ഉപയോഗിക്കുമ്പം അതിൽ കട്ട് കളഞ്ഞ് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. ഒന്നുകിൽ വാട്ടുകപ്പയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ പച്ചക്കപ്പ 2 പ്രാവശ്യം തിളപ്പിച്ചൂറ്റിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ പച്ചക്കപ്പ തന്നെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചാണ് കഴിക്കുന്നത്. കപ്പ ആദ്യം അതിൻ്റെ 2 തൊലിയും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ടി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് 2-3 വെള്ളത്തിൽ കഴുകണം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ 2ാമത്തെ വെള്ളത്തിൽ വേണം നമ്മൾ ശരിക്കും അത് വേവിച്ചെടുക്കാനായിട്ട്. വേവിച്ച് എടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാം. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ലിനാമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം ഈ കപ്പയിൽ തന്നെയുള്ള ലിനാമറിൻ ലോട്ടോസ്ട്രാലിൻ എന്ന് പറയുന്ന ഗ്ലൂക്കോസൈഡ്സ് ഹൈഡ്രജൻ സയനൈഡായിട്ട് മാറ്റും. ഇത് ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. ഈ കപ്പയുടെ ഇലയിലാണ് കൂടുതലും ഹൈഡ്രജൻ സയനൈഡിൻ്റെ അംശം കൂടുതലുള്ളത്. അതിൻ്റെ കപ്പക്കിഴങ്ങിൽ ഇതിൻ്റെ അംശം കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കപ്പയുടെ ഇല തിന്നിട്ടുണ്ടെങ്കിൽ പശു തളർന്ന് വീഴുന്നു പറയും, ആടാണെങ്കിൽ ചത്തുപോകും. 2 തരത്തിലുള്ള കപ്പയാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. ഒന്ന് കയ്പ്പ് കൂടിയ ഇനവും കയ്പ്പ് കമ്പാരിറ്റീവ്ലി കുറവ് അല്ലെങ്കിൽ കയ്പ്പില്ലാത്ത ഇനവുമാണ് കാണുന്നത്. അപ്പോൾ ഈ കയ്പ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് ഇതിൽ കട്ട് എന്ന് പറയുന്ന ഈ ഹൈഡ്രജൻ സയനൈഡിൻ്റെ അംശം കൂടുതൽ ആണോ കുറവാണോ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. നല്ല കയ്പ്പുള്ള കപ്പയാണെങ്കിൽ അതിൻ്റെ 1 കിലോ കപ്പക്കിഴങ്ങിൽ 250 മില്ലിഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈഡ്രജൻ സയനൈഡ്. കയ്പ്പ് ഇല്ലാത്ത കപ്പയിലാണെങ്കിൽ 1 കിലോ കപ്പക്കിഴങ്ങിൽ 50 മില്ലിഗ്രാം ഹൈഡ്രജൻ സയനൈഡാണുള്ളത്. ഈ സയനൈഡ് വെള്ളത്തിൽ അലിയുകയും ചെയ്യും, ആവിയായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം കഴുകുമ്പം ഇതിലെ സയനൈഡിൻ്റെ അംശം പോകും. അതുപോലെ തിളപ്പിക്കുമ്പോഴും അത് ആവിയായിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഒരു വെള്ളം തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സയനൈഡിൻ്റെ അംശവും വെളിയിലേക്ക് പോകും. ചൂട് കൂടുന്നതിനനുസരിച്ച് സയനൈഡ് അലിയുന്ന അളവ് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചത് തിളപ്പിക്കുമ്പം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ അത് ഊറ്റിക്കളയുക. അതിന് ശേഷം പച്ചവെള്ളം തന്നെ ഒഴിക്കുക. ഉപ്പ് വെള്ളത്തിൽ ഈ സയനൈഡ് അലിയുന്നത് കുറവാണ്. അതുകൊണ്ട് വേവിക്കാനുള്ള കപ്പ വേവിച്ചെടുത്തതിന് ശേഷം അരപ്പിടുമ്പം നമുക്ക് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കപ്പ പുഴുക്കായിട്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് തിളപ്പിച്ചൂറ്റിയതിന് ശേഷം ശരിക്കും വേവിക്കാൻ വേണ്ടി വേറൊരു വെള്ളത്തിലിട്ടിട്ട് അതിൽ ഉപ്പിടുന്നതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചേർക്കുന്ന ഉപ്പ്, അതായത് സോഡിയം ക്ലോറൈഡും പിന്നെ ഈ ഹൈഡ്രജൻ സയനൈഡും കൂടി ചേർന്നിട്ട് സോഡിയം സയനൈഡ് അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല. കപ്പയുടെ കട്ട് കളയാൻ വേണ്ടിയിട്ട് തിളപ്പിക്കുന്നതിന് പുറമെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുക, പിന്നെ ആവി കൊള്ളിക്കുക, പിന്നെ ഫ്രൈ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ സയനൈഡിൻ്റെ അംശം വെളിയിൽ പോകുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് വെള്ളത്തിൽ അലിയുകയും ചെയ്യും. ആ അലിഞ്ഞ് കിട്ടുന്നതിനെ നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതങ്ങ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. കപ്പക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ്സ് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്റ്റാർച്ചിയാണ്. അയൺ ഉള്ളതുകൊണ്ട് അനീമിയയ്ക്ക് നല്ലതാണ്. കിഴങ്ങിലാണ് കൂടുതൽ കലോറി ഉള്ളത്, പക്ഷേ ഇലയിലാണ് കൂടുതൽ പ്രോട്ടീനും ബാക്കി വൈറ്റമിൻസും ഉള്ളത്. ഈ സയനൈഡിൻ്റെ അതിൻ്റെ ടോക്സിസിറ്റി കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഓക്സിജൻ സപ്ലൈ പെട്ടെന്ന് കുറയ്ക്കും. അതുപോലെ തന്നെ ഇത് ഹാർട്ടിൻ്റെ പ്രവർത്തനം തകരാറിലാക്കും, ശ്വാസകോശം അതുപോലെ നമ്മളുടെ നാഡീവ്യൂഹം ഇതിനെയൊക്കെ തകരാറിലാക്കും. അതുകൊണ്ടാണ് ഇതിനൊരു പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ 2-3 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി അതിൻ്റെ ഈ സയനൈഡിൻ്റെ അംശം അല്ലെങ്കിൽ കട്ട് എന്ന് പറയുന്ന അത് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഇനി നമുക്ക് കാന്താരിമുളകിൻ്റെ ഗുണത്തിലേക്ക് വരാം. ഈ കാന്താരിമുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സൈസിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് ഹാർട്ടിന് നല്ലതാണ്, ഹൃദയധമനികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ കൂട്ടും, ദഹനത്തിന് നല്ലതാണ്. അതുപോലെ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഉണ്ട്. ഫാറ്റ് കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും പൂർവികർ കപ്പയും കാന്താരിമുളകും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി അഥവാ കപ്പ കഴിക്കുമ്പം അതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ കാന്താരി കഴിക്കുമ്പം അത് മാറിക്കിട്ടുകയും ചെയ്യും.
ഫാറ്റ് കുറയ്ക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് പുഴുക്കുകളെല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാന്താരി മുളകും ഉടച്ച് കഴിച്ചിരുന്നത്. ധാരാളം ആൾക്കാർ അളവിലധികം കാന്താരി ചവച്ചരച്ച് വരെയും തിന്ന് അൾസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഇതിനിങ്ങനെ ഒരു ഗുണം ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതി വെറുതെ ചവച്ചരച്ച് തിന്നല്ല, നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇനി കാന്താരിമുളക് അല്ലാതെ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കാന്താരിമുളക് പറിച്ചിട്ട് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും കളയുക. ശുദ്ധമായ ചെറുതേനോ വൻതേനോ എടുത്തിട്ട് അതിൽ 41 ദിവസമെങ്കിലും ഇട്ട് വെക്കുന്ന കാന്താരിയുടെ മുകളിൽ നിൽക്കണം തേൻ. അങ്ങനെ ഇട്ട് വെച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതിന് ശേഷം 41 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാം. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തേൻ എടുത്തിട്ട് ഒരു 5 തുള്ളി മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം അതിലൊഴിച്ചിട്ട് കഴിക്കുക. വെറുതെ കാന്താരി ഒരുപാടെടുത്ത് കഴിച്ചിട്ട് അൾസർ കൂട്ടരുത്.